എന്തായാലും BTC കയറും. പക്ഷെ കയറുന്നതിന് മുമ്പ് നമ്മളെ കൊണ്ട് എന്ത് തോന്നിപ്പിക്കും? നമ്മളെ ഫീൽഡ് ഔട്ട് ആക്കിപ്പിക്കും. നമ്മളെ ഒരു ബുൾ മാർക്കറ്റ് വരുന്നതിന് മുമ്പ് നമ്മളെ കൊണ്ട് പേഴ്സണലി തോന്നിപ്പിക്കും എന്ത്? ഇതൊരു ബുള്ളിൽ BTC 100K ഒന്നും അടിക്കൂല, BTC 100K ഒന്നും അടിക്കൂല, അതുകൊണ്ട് പിന്നെ അതിൽ വലിയ പരിപാടി നോക്കണ്ട, ക്രിപ്റ്റോയിൽ തീർന്നു എന്ന് നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കുന്നിടത്താണ് എന്തുണ്ടാവുക? ഒരു ബുൾ മാർക്കറ്റ് ജനിക്കുക. ഇനി ഇതേ ഭാഗം ഒന്ന് തിരിച്ചു ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് എല്ലാവർക്കും ഒരു തോന്നൽ വരാൻ തുടങ്ങിയിട്ടുണ്ട് എന്ത്? BTC ഇനി ഒരു 200K അല്ലെങ്കിൽ ഒരു 300K അടിക്കും, ഈ സൈക്കിളിൽ തന്നെ BTC ചിലപ്പോൾ 500K വരെ പോകും എന്ന് നമ്മളെ തോന്നിപ്പിക്കുന്നിടത്താണ് വെയിൽസ് ഈ പറയുന്ന പരിപാടി നടത്തുന്നത്. നേരെ കുറച്ച് നമ്മളെ ഭയപ്പെടുത്താൻ നോക്കാം. 20 ദിവസം ഈ ഫസ്റ്റ് റീട്രേസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഡേ 1 ആണ് എന്ന് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഡേ 20, 1 ഓഫ് ഡേ 20 നമ്മൾ എന്ത് ചെയ്യപ്പെടും? ഈ പറയുന്ന റീട്രേസിന് എക്സ്പെക്ട് ചെയ്യും. ഈ കാലയളവ് നമ്മളെ, കാരണം ഇപ്പം ഇത് 5ാമത്തെ ആഴ്ചയാണ്, 6ഉം 7ഉം 8ഉം ഇടയിൽ കഴിഞ്ഞ 2012 75%, 2016 35%, 2020 8% പ്ലസ് 16% കൂടി 25% കിട്ടിയിട്ടുണ്ട്. അപ്പം മിനിമം ഈ സൈക്കിളിൽ നമ്മൾ 20% എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് റീട്രേസ് ഒന്ന് തുടച്ച് നീക്കലുണ്ടാവണം. ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങളാണ് ഇത്തരം റീട്രേസുകൾ. ഇത്തരം റീട്രേസ് എന്ന് പറഞ്ഞാൽ ഇപ്രാവശ്യം നമ്മൾ പറഞ്ഞ പോലെ 6ാമത്തെ ആഴ്ചയാണ് ഇത്. 7, 8 ഈ 3 ആഴ്ചകളും നമ്മൾ എന്ത് ചെയ്യപ്പെടണം? BTC ഡൗൺ ട്രെൻഡ് തന്നെ എക്സ്പെക്ട് ചെയ്യണം. ഗൈസ്, വെൽക്കം ടു സൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഹെഡിങ് തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, 100K ചതിക്കുഴിയിൽ വീണു എന്നുള്ളത്. അത് ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ആഴ്ച 100K അടിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. എന്താണ് ഈ ക്രിപ്റ്റോ മാർക്കറ്റിൻ്റെ സാധ്യതകളും അതിൽ ചതിക്കുഴികളും എന്നുള്ളത്. കാരണം 100K എന്നുള്ളത് നമ്മളെല്ലാവരെയും അട്രാക്റ്റ് ചെയ്തൊരു കാര്യമാണ്. അതേ സമയത്ത് 100K എന്ന് പറയുന്നത് കുറച്ച് നാളത്തേക്ക് നമ്മളെല്ലാവരെയും എന്നല്ല, പുതുതായി വരുന്ന കുറേ ആൾക്കാരെ മാർക്കറ്റിൽ നിന്ന് വാനിഷ് ആക്കാനുള്ള രീതികൾ, ഞാൻ അതിൻ്റെ സാധ്യതകൾ നിങ്ങളുടെ മുമ്പിൽ സംസാരിച്ചിരുന്നു. നിങ്ങൾ ഈ ക്രിപ്റ്റോ മാർക്കറ്റിൽ വരുന്നതിന് മുമ്പ് ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി. നമ്മുടെ ഹിസ്റ്ററിയാണ് നമ്മൾ മെയിനായിട്ട്. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് പ്യുവർ ഹിസ്റ്ററി റിപ്പീറ്റേഷനാണ്. ഞാൻ ഉദാഹരണത്തിന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ പ്രീ ഹാൾവിങ് റാലി, ഹാൾവിങ്ങിന് ശേഷമുള്ള 7 മാസം നമ്മൾ കണ്ടതാണ് BTC 48Kയിലേക്ക്, 52Kയിലേക്ക്, പിന്നെ കുറേ നാൾ 60Kയിലേക്കൊക്കെ BTC 7 മാസമാണ് നിന്നത്. അപ്പോൾ ഈ 7 മാസം 60Kയിൽ നിൽക്കുന്ന സമയത്ത് ഉദാഹരണത്തിന് ഈ മൂവ്മെൻറ്റ് ഉണ്ടാകുന്ന 1 മാസം മുമ്പ് 48Kയിലേക്ക് വന്നിരുന്നു. കഴിഞ്ഞ 6 മാസവും 7 മാസവും 60Kയിൽ തന്നെ നിന്നിരുന്ന BTC 1 മാസം ക്ലോസ് ചെയ്തത് മെയിൻ സപ്പോർട്ടായ 60Kൻ്റെ ബിലോയിലായിരുന്നു. അപ്പോൾ തന്നെ കുറേ ആൾക്കാർ ഡൗട്ട് അടിക്കാൻ തുടങ്ങി, എന്താണ് 60Kയിൽ ബിലോയിൽ ഇതായാൽ വീണ്ടും BTC വളരെയധികം ഡൗണിലേക്ക് പോകുമോ എന്ന് ചിന്തിച്ചിടുന്നാണ് BTC പിന്നീട് 66ലേക്ക് വരികയും പിന്നെ ഇലക്ഷൻ വന്നു കഴിഞ്ഞു. ഇപ്പോൾ ഇലക്ഷൻ സമയത്തെത്തുമ്പോൾ BTC 70, നമുക്കൊന്ന് 69K 68Kയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. ഇലക്ഷൻ്റെ ഒരു 3-4 ദിവസം മുമ്പ് BTC 63ലേക്ക് വന്നു. വീണ്ടും നമ്മളെ ഒന്ന് ഡൗട്ട് അടിപ്പിച്ചു, എന്താ 63ലേക്ക്? അവിടെ നിന്നാണ് BTC നമ്മളീ പറയുന്ന 99-100Kയിലേക്ക് വളരെ ചുരുങ്ങിയ സമയത്തേക്ക് വന്നത്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നൊരു സംഭവമാണ് വീക്ക് 6, 7, 8 ഈ 3 ആഴ്ചകൾ, അതായത് എപ്പോഴാണോ ഈ ബ്രേക്ക് ഔട്ട് ഉണ്ടായത് അതിനുശേഷമുള്ള 3 ആഴ്ചകളുടെ ഡേഞ്ചർ അവസ്ഥ പബ്ലിക് ഗ്രൂപ്പിലും ഈ ചതിക്കുഴി എന്ന് പറയുന്നതിലും സൂക്ഷിക്കുക എന്നുള്ള പറയുന്ന നമ്മുടെ വീഡിയോയിലും ഞാൻ വ്യക്തമാക്കി തന്നതാണ്. പക്ഷെ ഞാൻ ഒരാളെ കുറ്റപ്പറയില്ല, കാരണം നമ്മൾ എത്രത്തോളം ഒരു ഡിപ്പ് വരുമെന്ന് പ്രതീക്ഷിച്ചാലും നമ്മളെ ഉള്ളിലുള്ള ബുൾ സമയത്തുണ്ടാകുന്ന ആ ഒരു ആവേശത്തിൻ്റെ സമയത്ത് നമ്മളത് വലിയ കാര്യമാക്കില്ല. ഇവിടെയാണ് ക്രിപ്റ്റോ മാർക്കറ്റ് ഏറ്റവും കൂടുതൽ ആൾക്കാരെ വല്ലാണ്ട് വാനിഷ് ഔട്ട് ആക്കുന്നത്, അല്ലെങ്കിൽ അവർ പിന്നെ ക്രിപ്റ്റോയിലേക്ക് തിരിച്ചു വരാത്ത വിധത്തിലേക്ക് സെറ്റ് ചെയ്യുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ, 100K എന്ന് പറയുന്ന സമയത്ത്, ഈ 100K എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ സമയത്ത് ഒരുപാട് പേര് മാർക്കറ്റിലേക്ക് വന്നു. ഈ മാർക്കറ്റിലേക്ക് വന്ന സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞ ആ വിഷയമില്ലേ, അത് അപ്പോഴാണ് ഈ 6ഉം 7ഉം 8ഉം എന്ന് പറയുന്ന ആഴ്ചകളുടെ സാധ്യതയുള്ളത്. ഈ 100K എന്ന് പറഞ്ഞ ആൾക്കാർ, ഞാൻ നിങ്ങളോട് ആ സമയത്ത് പറഞ്ഞിരുന്നു, 100K എന്ന് വരുന്നവരെന്ന് പറയുന്നത് എപ്പോഴും വലിയ പ്രതീക്ഷകൾ അല്ലെങ്കിൽ ഭയങ്കര എമൗണ്ട് ആവേശത്തിൽ വരുന്നവരായിരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കറക്ഷൻ സമയത്ത് അവരെന്താ ചെയ്യുക? അവർ ഈ സമയത്ത് എന്ത് ചെയ്യും? ഞാൻ നിങ്ങളോട് അന്ന് പറഞ്ഞ സംഭവം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി ഞാൻ 100K ചതിക്കുയിൽ പറഞ്ഞ ഒരു കഥ നമുക്ക് സംസാരിക്കാം. ഒരു നോർമൽ പീപ്പിൾ, അല്ലെങ്കിൽ ആദ്യമായിട്ട് ക്രിപ്റ്റോയിൽ മാർക്കറ്റിൽ വരുന്ന ഒരു സുഹൃത്തിൻ്റെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മൾ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച മുമ്പ് സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കഥ പറഞ്ഞിരുന്നു. അതായത് ഡോജ് അടിപൊളിയല്ലേടാ, ക്രിപ്റ്റോ അടിപൊളി, നല്ലോണം കയറുന്നുണ്ടല്ലോ, 100K ആയല്ലോ
ഇൻവെസ്റ്റ് ചെയ്യട്ടെ എന്ന് പറയുമ്പോൾ ഒരാൾ ഒരു ഡോജ് ഇങ്ങനെ ഉണ്ട്, അല്ലെങ്കിൽ ഇന്ന ആൾ ഇന്ന ഡോജിനെ കുറിച്ച് നല്ല അഭിപ്രായം പറയുന്നുണ്ട്, അതൊന്നും ഒരു കാര്യം ചെയ്യും, 1 ലക്ഷം അല്ലെങ്കിൽ 5 ലക്ഷം ഡോജിലിട്ട്. വേറെ ആ സുഹൃത്ത് പറഞ്ഞു, എടാ ക്രിപ്റ്റോ മാർക്കറ്റ് വോളറ്റിലിറ്റി ഉണ്ട്, അങ്ങനെ അതൊന്നും പ്രശ്നമല്ല, ഇത് ആവേശം. ആ സുഹൃത്ത് 5 ലക്ഷത്തിന് ഡോജ് ഇട്ട് ആ സുഹൃത്തിന് ഇപ്പം 2.5 അല്ലെങ്കിൽ ഒരു 2-3 ഉണ്ടെങ്കിൽ ആ സുഹൃത്ത് പറയും ഒഴിവാക്കി വിടരാനോട്. അതിനോട് പറഞ്ഞില്ലേ ക്രിപ്റ്റോ മോശമാണ്, അല്ലെങ്കിൽ ഇതൊന്നും നമുക്ക് പറ്റിയ പണിയല്ല, നല്ലോണം പെട്ടു എന്ന് പറഞ്ഞില്ലേ. ഈ കഥ ഞാൻ ഈ വീഡിയോയിൽ ഈ പറയുന്ന നമ്മുടെ അതായത് 100K ചതിക്കുഴിയിലുള്ള ഞാൻ നിങ്ങളോട് പറഞ്ഞ ആ വോയിസും ആ വീഡിയോ ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് സംഭവിക്കും, ഇത് സംഭവിക്കണം ക്രിപ്റ്റോ മാർക്കറ്റിൽ. ഇത് സംഭവിച്ചാൽ മാത്രമേ അടുത്ത ലെഗപ്പ് ഉണ്ടാവും. ഞാൻ നിങ്ങളോട് എപ്പോഴും പറഞ്ഞ പോലെ ഒരു ബുൾ മാർക്കറ്റിൽ എല്ലാവരും പൈസക്കാരാവും നിങ്ങൾ വിചാരിക്കുന്നുണ്ട്. കഴിഞ്ഞ 6 മാസം അല്ലെങ്കിൽ 7 മാസം റീഅക്യുമുലേഷൻ പീരീഡിന് ഞാൻ അന്നേരം പറഞ്ഞൊരു വീഡിയോ ഉണ്ട്. അതായത് അതിൻ്റെ ഹെഡിങ് എന്ന് പറഞ്ഞാൽ തുടങ്ങണം എന്നാ ഒരു നമ്മൾ ലേറ്റ് ആയിട്ടില്ല ഇനിയും ഒരു വീഡിയോ എനിക്കൊന്ന് ഞാൻ വേണമെങ്കിൽ അത് പിൻ ചെയ്യാം. അതിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഒരു 3-4 മാസം കഴിഞ്ഞാൽ ഷിബോ ഡോജോ ഇട്ടാൽ നമുക്കൊരു 5K വീഡിയോ ഉണ്ടാവും. ഹെഡിങ്ങിൽ ഷിബോ ഡോജോ ഇട്ടാൽ മതി. ഇതൊരു സെൻറ്റിമെൻറ്റ്സാണ്. പക്ഷെ നമ്മളിതിൽ പെടരുത്. ഇത് ബാക്കിയുള്ള എത്രയോ ആൾക്കാരുണ്ടല്ലോ വേൾഡിൽ, അവർ പോട്ടെ, നമ്മളിതിൽ പെടരുത്. അതുകൊണ്ടാണ് പബ്ലിക് ഗ്രൂപ്പിൽ ഞാൻ നിരന്തരമായിട്ട് ഈ വീക്ക് 6, 7, 8 അതിൻ്റെ ഡേഞ്ചർ സാധ്യതകളും അത് നൽകുന്ന ഒരു അവസരമുണ്ട്. എന്താണ് അവസരം? ഇപ്പോൾ നമ്മൾ ഹിസ്റ്ററി നോക്കിയാൽ 2016, 12, 20 നോക്കിയാൽ ബുൾ മാർക്കറ്റിൻ്റെ 30-50 ദിവസം 50-52 ദിവസത്തിലാണ് നമ്മളുള്ളത്. ഫസ്റ്റ് കറക്ഷനാണ് നമുക്ക് ആകെയുള്ളൊരു ഓപ്പർച്യൂണിറ്റി. 2-3 ഉണ്ടാവും, പക്ഷെ നമുക്ക് റിസ്ക് റേഷ്യോ ഡിഫറെൻ്റ്. നിങ്ങൾ വിചാരിക്കും അയ്യോ നമ്മൾ ഏർലി അല്ല നമ്മൾ ലേറ്റ് അല്ലെങ്കിൽ നമ്മൾ ഇത്ര പെട്ടെന്ന് എത്തിയോ, അങ്ങനെയല്ല. പക്ഷെ നിങ്ങളിപ്പോൾ ഇപ്രാവശ്യത്തെ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രോഫിറ്റബിൾ മൈൻഡിൽ സെറ്റപ്പ് ചെയ്ത് നിങ്ങൾ ഈ കാണുന്ന വീഡിയോക്കാർ ബുൾ മാർക്കറ്റിൽ ഏർലിയായി എത്തിയവരുണ്ട്. ഇതിന് ശേഷം ഈ റീട്രേസിന് ശേഷം വീണ്ടും ജാനുവരി അല്ലെങ്കിൽ ഫെബ്രുവരി ഏലയിലേക്ക് വീണ്ടും ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നില്ല ട്രംപിൻ്റെ വരുന്നതിൻ്റെ ഹൈക്ക് ഈ ഡിസംബർ. ഇപ്പോൾ ഈ പറയുന്ന ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ സൂക്ഷിക്കുക എന്നുള്ള വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു വിഷയം എന്താ, ഡിസംബർ സമയത്ത് ആഘോഷ സമയമാണ്. ആഘോഷ സമയത്ത് മാർക്കറ്റിന് ഓട്ടോമാറ്റിക്കലി എമൗണ്ട് കുറയും. അതേ സമയത്ത് ഇല്ല ഞാൻ ഇപ്രാവശ്യം സെല്ല് ചെയ്യുന്നില്ല. ഇതൊക്കെ സൂക്ഷിക്കുക വീഡിയോയിലുണ്ട് കേട്ടോ. നിങ്ങൾ എന്തായാലും ഇതിന് ശേഷം ചതിക്കുഴിയും സൂക്ഷിക്കുക വീഡിയോ നിങ്ങൾ കാണണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ സെല്ല് ചെയ്യുന്നില്ല, ഡയമണ്ട് ഹാൻഡ് ആണെന്ന് പറഞ്ഞ ഒരാൾ, അദ്ദേഹം ചിലപ്പോൾ ഒരു BTC ഒരു 70Kയിലേക്ക് വാങ്ങിയ ഒരാളാണെങ്കിൽ അദ്ദേഹം ഈ മാർക്കറ്റ് കുറയുന്നതാണെന്ന് വിചാരിക്കൂ, വേണ്ട റിസ്ക് എടുക്കണ്ട ഞാനും ഒഴിഞ്ഞൊക്കെ എന്ന് ചിന്തിക്കൂലേ? ആ ഒരു ആറ്റിറ്റ്യൂഡാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇത് മാത്രം ചിന്തിച്ചാൽ മതി. ബുൾ മാർക്കറ്റിൽ ഫസ്റ്റ് റീട്രേസും ആണ്. ഞാൻ നിങ്ങളോട് ബൈ ചെയ്യാൻ ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ ബൈ ചെയ്യാമെന്ന് പറയും. ഇനിയും 2-3 റീട്രേസുകൾ വരും. പക്ഷെ അതിൽ നമുക്ക് നമ്മളെ ഞാൻ പറഞ്ഞില്ലേ ജൂൺ ആകുമ്പോൾ ജൂലൈ ആകുമ്പോൾ ബുൾ മാർക്കറ്റിൽ നിന്ന് ലെഫ്റ്റ് ആവുന്ന ആറ്റിറ്റ്യൂഡാണ് നമ്മൾ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന 2-മത്തെയോ 3-മത്തെയോ റീട്രേസിൽ ഞാൻ ബൈ ചെയ്യില്ല. ഇതാണ് ഫസ്റ്റ് റീട്രേസ്. ഇത് നമ്മൾ എന്ത് ചെയ്യപ്പെടുന്നു ബൈ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോഴാണ് ഒരു ചോദ്യം, എങ്ങനെ ബൈ ചെയ്യണം? അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഈ സ്വർണം, വീട്, നമ്മുടെ മെയിൻ ഇൻകമൊക്കെ നമ്മൾ വിറ്റിട്ട് ബൈ ചെയ്യുമ്പോൾ ഇന്നത്തെ ദിവസം, അതാണ് ഞാൻ നിങ്ങളോട് മുമ്പേ പറഞ്ഞത്, ഇന്നത്തെ ദിവസം നമ്മൾ ബേജാറാക്കും. ഉദാഹരണത്തിന് ഒരു ബിറ്റ് കോയിൻ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് ഒരു കഥ പറഞ്ഞാൽ വിട്ട് 10 ലക്ഷം ഉറുപ്പിക ഇട്ട ഒരാൾ അല്ലെങ്കിൽ 5 ലക്ഷം ഉറുപ്പിക ഇട്ട ഒരാൾ, അയാൾക്ക് ഓരോ പൈസയും വാല്യുബിളാണ്. അയാൾക്കത് 50,000 കുറയുന്ന കണ്ട് നെഞ്ച് പടയും. ആ 5 ലക്ഷം ഇട്ടത് ചിലപ്പോൾ കടം വാങ്ങിയിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഒരു മെയിൻ സ്റ്റേബിൾ ഇൻകം ഒഴിവാക്കിയിട്ടാണെങ്കിലും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഒരിക്കലും ക്രിപ്റ്റോ മാർക്കറ്റിൽ അങ്ങനെ വരരുത്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇമോഷൻസ് ഡീൽ ചെയ്യുന്ന രീതിയിൽ മാനിപ്പുലേഷൻ വെയിൽസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് നമുക്ക് മനസ്സിലാവും. നമുക്കത് ഹിസ്റ്ററി നോക്കിയാൽ അതിനെ ഞാനിവിടെ നിൽക്കുന്നത്. നമുക്കൊരു 3 ആഴ്ചയോ 4 ആഴ്ചയോ മുമ്പ് ഇത് സംഭവിക്കുന്നു നമ്മൾ മനസ്സിലാവും. അപ്പം നമ്മൾ റെഡിയായി നിന്നാൽ മതി. ഇതൊന്നും ശ്രദ്ധിക്കാണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല, ഇനി അങ്ങോട്ടുള്ള ഈ ബുൾ മാർക്കറ്റ് തീരുന്നവരെ നിങ്ങൾ ചെയ്യാനുള്ള കുറച്ച് കാര്യം, നമ്മുടെ അപ്ഡേറ്റ്സ്, നിങ്ങൾ ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ നിങ്ങൾ അപ്ഡേറ്റ്സ് നോക്കണം. അല്ലാണ്ട് ഒരു സുപ്രഭാതത്തിൽ വന്ന് ഇൻവെസ്റ്റ് ചെയ്യുക, പിന്നെ നോക്കാതിരിക്കുക, പിന്നെ വരിക എന്നുള്ള രീതിയിലേക്ക് മാറരുത്. 2-മത്തെ വിഷയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഒരു സമയം നിങ്ങൾ ഈ ഫേസ് കഴിഞ്ഞതിന് ശേഷം അടുത്തൊരു ഫേസ്, ഇപ്പോൾ ഉദാഹരണത്തിന് 2016 20 നമ്മൾ ചിന്തിച്ചാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ 54%, 18% ഒക്കെ റീട്രേസുകൾ വന്ന സമയമുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഓവർകം ചെയ്തിട്ടാണ് BTC പിന്നീട് ന്യൂ ഓൾ ടൈം ഹൈ എടുത്തത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യപ്പെടണം? ഫസ്റ്റ് റീട്രേസ് എപ്പോഴും ആവേശമായിരിക്കണം. എന്നിട്ടും ഈ പറയുന്ന സമയങ്ങളിലും മിസ്റ്റേക്ക് കാണിച്ചവർ കുറേ ആൾക്കാരുണ്ടാവും. അവരോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇനി ഒരിക്കലും ഇതേ രീതിയിലേക്ക് പോകരുത്.
കാരണം ഇനി സെക്കൻഡ് റീട്രേസും തേർഡ് റീട്രേസും വരും. അന്ന് നിങ്ങൾ എന്ത് ചെയ്യപ്പെടാൻ പറ്റില്ല, വീണ് പോകരുത്. അപ്പോൾ നിങ്ങളും എല്ലാ മെമ്പേഴ്സിനോടും ഞാൻ പറയുന്നത്, നമ്മൾ പറഞ്ഞ 5, 6, 7, 8 എന്ന് പറയുന്ന ഡേഞ്ചർ വീക്ക് അതേപോലെ സംഭവിച്ചു. ഈ ഡിപ്പ് പോലെ വരുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതീക്ഷയാണ്. ഞാൻ നിങ്ങൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞല്ലോ, ഇനി ഈ ഡിപ്പും ഇതേപോലെ നടക്കുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രീ ഹാൾവിങ് റാലി, ഹാൾവിങ്, പോസ്റ്റ് ഹാൾവിങ്, ഈ റീഅക്യുമുലേഷൻ, ബ്രേക്ക് ഫസ്റ്റ് റീട്രേസ്, ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ BTC ഇനിയും കയറാനുള്ള മൂവ്മെൻറ്റാണ്. കാരണം എന്തുകൊണ്ടാണ്? 2020 54% ഡൗൺ ആയതിനു ശേഷമാണ് ഓൾ ടൈം ഹൈ എത്തിയത്. ഫസ്റ്റ് റീട്രേസ് ഇതുപോലെ കുറഞ്ഞതിന് ശേഷമാണ് ഓൾ ടൈം ഹൈ എത്തിയത്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അവസരമായിട്ടാണ് നൽകുന്നത്. ഈ അവസരം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണമെന്ന് ഞാൻ ഒന്നും കൂടി പറയാം. ഒരിക്കലും നിങ്ങൾ കടം വാങ്ങി ക്രിപ്റ്റോയിലേക്ക് വരരുത്. നിങ്ങളുടെ ഡെയിലി ജീവിത രീതി, ഈ വീഡിയോയിൽ ഞാൻ പറയുന്നതെല്ലാം ഒരു ഫ്യൂച്ചറിസ്റ്റിക് പോലെ ഞാൻ നിങ്ങളോട് ഈ ചതിക്കുഴി എന്ന് പറഞ്ഞ വീഡിയോയിൽ നിങ്ങളോട് സംസാരിച്ചിരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് എന്താണ് സംസാരിക്കുന്നത്? നിങ്ങൾ ഈ ചതിക്കുഴി 100K എന്ന് പറയുന്ന ആ വീഡിയോ കണ്ടാൽ ഇന്ന് ഞാൻ നിങ്ങളോട് എങ്ങനെയാണോ സംസാരിക്കേണ്ടത് അങ്ങനെയാണ് സംസാരിക്കുന്നത് നിങ്ങൾക്ക് തോന്നിപ്പോകും. കാരണം ഇത് റിപ്പീറ്റേഷനാണ്, ഇത് സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നതാണ്. ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെയുള്ള സംഭവമല്ല. കാരണം കഴിഞ്ഞ 100K അടിച്ച് മാർക്കറ്റിലേക്ക് വന്ന് ഡോജ് കോയിനും ഷിപ്പ് കോയിനും വാങ്ങിയ എത്രയോ പേര് ഇന്ന് എനിക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് മെസ്സേജ് അല്ലെങ്കിൽ സെല്ല് എന്ന് പറയുന്ന ബട്ടൺ നിൽക്കുന്നുണ്ടോ, എന്നിട്ട് അവർ വീണ്ടും ക്രിപ്റ്റോയിലേക്ക് വരും. എപ്പോഴാണെന്നറിയാം? വീണ്ടും ഡോജ് ഓൾ ടൈം ആവും. അന്ന് മിസ്റ്റേക്കായി ഇപ്പോൾ ഇവിടെ സെല്ല് ചെയ്തത്, ഒരു കാര്യം ചെയ്യാൻ ഞാൻ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്താലോ എന്നുണ്ട്. അപ്പോൾ വീണ്ടും റീട്രേസ് വരും. അപ്പോൾ വീണ്ടും അവരെ സെല്ല് ചെയ്യും. പിന്നെ അവർ ഈ ഭാഗത്തേക്ക് വരില്ല. പിന്നെ അവർ ഈ ബുൾ മാർക്കറ്റിൻ്റെ ഏറ്റവും പീക്കാകുമ്പോൾ വീണ്ടും വരും. വീണ്ടും ബിയർമാർ എനിക്ക് പറയും ഇനി ഞാൻ സെല്ല് ചെയ്യില്ല, ഞാൻ ഡയമണ്ട് ഹാൻഡാണ്, നിങ്ങൾ കണ്ടതിന് ഞാൻ സെല്ല് ചെയ്യില്ല. അപ്പോൾ ബിയർ മാർക്കറ്റ് ആവും ചെയ്യും. ഇതാണ് എല്ലാ പ്രാവശ്യവും ഉണ്ടാകുന്നത്. ഫസ്റ്റ് റീട്രേസിന് സെല്ല് ചെയ്യും, സെക്കൻഡ് റീട്രേസിന് സെല്ല് ചെയ്യും, തേർഡ് ആകുമ്പോഴത്തേക്ക് ശക്തമായ അക്യുമുലേഷൻ ചെയ്തിട്ട് ഡയമണ്ട് ഹാൻഡാന്ന് പറയും. അപ്പോഴത്തേക്ക് ബിയർ മാർക്കറ്റ് ആവും ചെയ്യും. ഇപ്പം ഇവിടെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, നമ്മൾ ഈ പറയുന്ന ഹിസ്റ്ററി നോക്കിയാൽ, ഹിസ്റ്ററിയിലൂടെ പോയി കഴിഞ്ഞാൽ എല്ലാം പെർഫെക്റ്റായിട്ട് അവിടെയുണ്ട്. ജസ്റ്റ് ഫോക്കസ് ചെയ്യുക. എല്ലാ ദിവസവും ട്രേഡ് ചെയ്യുക എന്നുള്ളതല്ല ഒരു ബുദ്ധിമാൻ്റെ കാര്യം. എല്ലാ കോയിനും ക്യാച്ച് ചെയ്യുക എന്നുള്ളതല്ല. ചില സമയത്ത് നമ്മൾ പതുങ്ങി നിൽക്കുന്നത് ഒരു വലിയൊരു കുതിപ്പിന് അത് ഉപകാരപ്പെടും. ഇന്ന് ഈ പറയുന്ന പല ആൾട്ടും, ഇത്തീരിയം ആയാലും XRP ആയാലും സോൾ ആയാലും ഈ പറയുന്ന ടോപ്പ് ഡോജ് ആയാലും എല്ലാ ആൾട്ടും പ്രീമിയം ബയേഴ്സിനെ അട്രാക്റ്റ് ചെയ്യും. ഉദാഹരണം ഡോജിൻ്റെ കാര്യം പറയാം. ഞാൻ പബ്ലിക് ഗ്രൂപ്പിൽ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിരന്തരം ഡോജിൻ്റെ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? നമ്മുടെ 10Xൽ 20 കോയിൻസിൽ ഒരു കോയിൻസിലെങ്കിലും നിങ്ങൾക്ക് റിട്ടേൺസ് ഉണ്ടാവണമെന്നുള്ള ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ നമ്മൾ 0.14 0.47 അല്ലെങ്കിൽ 48 കിട്ടിയ ഡോജിൻ്റെ സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു RSI ഓവർ ബോട്ടാണ്. ഡോജിന് 0.33 കിട്ടിയ അടിപൊളിയാണ്, 27 കിട്ടിയ പൊളിയാണ്, 23 കിട്ടിയ രക്ഷപ്പെട്ടെന്ന് കൂട്ടിക്കും. എന്താണ് ഇതിൻ്റെ കാരണം? എന്താണെന്ന് വെച്ചാൽ ഡോജിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ബുൾ മാർക്കറ്റിൽ 0.33 എന്ന് പറയുന്ന മെയിൻ റെസിസ്റ്റൻസാണ്. അവിടെ എത്തിയിട്ട് ജസ്റ്റ് ഒരു ഹൈക്ക് വന്നിട്ടാണ് ഡൗൺ ആയത്. ഇപ്രാവശ്യത്തെ ബുൾ മാർക്കറ്റിൽ എന്താ സംഭവിക്കുന്നത്? ഈ പറയുന്ന 0.33 0.27 ഒക്കെ മെയിൻ പ്രീമിയം ബയേഴ്സിനെ അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? അടുത്ത ലെഗപ്പ് വരുന്ന സമയത്ത് ഡോജിന് പുതിയ ഹൈയിലേക്ക് പോകാൻ പറ്റും. സോള് ചിന്തിച്ച് നോക്കും. സോളിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ബുൾ മാർക്കറ്റിൻ്റെ പീക്കായ സ്ഥലത്ത് അല്ലെങ്കിൽ ആ ഒരു പീക്ക് സമയത്തുണ്ടായ ഏരിയയിലാണ് ഇപ്പോൾ റീട്രേസ് വരുന്നത്. XRP ചിന്തിക്കും, നിങ്ങൾ ഏത് കോയിനും ചിന്തിച്ച് നോക്കും. ഇതാണ് പാത്ത്. ഏത് കോയിനിലേക്കും ആ രീതിയിലേക്ക് പോകുന്നില്ല. നമ്മൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഒന്നും പേടിച്ച് ഇതാവുന്നതിന് പകരം ഒന്നും ചെയ്യാതിരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു സമയം ഈ റീട്രേസ് മാത്രം ബൈയിങ്ങിലേക്ക് പോവുക. പിന്നെ ഒരു റീട്രേസിലേക്ക് നമ്മളില്ല. നമ്മൾ പറഞ്ഞ പോലെ 25% വരെ സാധ്യതയുണ്ട്. ഇപ്പോൾ ഒരു 15 അങ്ങനെയുള്ളൂ. അതുവരെ എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിലേക്കായിരിക്കണം. ചിലപ്പോൾ നമ്മൾ വളരെ ഡൗണിലേക്ക് എക്സ്പെക്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്കത് കിട്ടാതിരിക്കുകയും ചെയ്യും. ഇത്രയേ ചെയ്യാനുള്ളൂ. ഈ സമയം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹാപ്പി ആവണം. ഹിസ്റ്ററി പെർഫെക്റ്റ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സംഭവങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. വാനിഷ് ഔട്ട് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വാനിഷ് ചെയ്യുന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ നിന്ന് ഒരാൾക്കാർ ഇതേപോലെ ഒരു ലിക്വിഡേഷൻ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അടുത്ത ലെഗപ്പ് റെഡിയാണ്. 48K വന്നതിന് ശേഷമാണ് എന്ത് സംഭവിച്ചത്? BTC വീണ്ടും. അതെന്തുകൊണ്ടാണ്? അത്രയും ലോങ് ഉണ്ടാവില്ല. നിങ്ങൾ പറയുന്നല്ലോ ബുൾ മാർക്കറ്റിൽ ഉദാഹരണം നിങ്ങൾ വിചാരിക്കും ഒരാൾ ലോങ് ഇട്ട് അവനക്കൊരു 100K ലോങ് ഇട്ടൂടെ അല്ലെങ്കിൽ 100X ലോങ് ഇട്ടൂടെ, അവനക്ക് ബുൾ മാർക്കറ്റ് പീക്ക് ആകുമ്പോൾ കോടികൾ കിട്ടൂലേ. അവിടെയാണ് ഞാൻ നിങ്ങളോട് 3Xൻ്റെ ഇമ്പോർട്ടൻസ് പറയുന്നത്. ഈ പറയുന്ന ഇവരൊക്കെ ലിക്വിഡേഷൻ ആക്കണ്ടേ? ഉദാഹരണത്തിന് ഇപ്പോൾ BTC നേരെ 120 125 കഴിയുമ്പോൾ ഇതിൻ്റെയൊക്കെ പ്രോഫിറ്റ് ആരാ കൊടുക്കേണ്ടത്?
അപ്പോൾ ഈ പറയുന്ന ആൾക്കാരൊക്കെ ലിക്വിഡേറ്റ് ചെയ്യിപ്പിച്ചിട്ടാണ് വെയിൽസിന് പ്രോഫിറ്റ് കൊടുക്കാൻ. അപ്പോൾ ഇവിടെ നമ്മൾ വെയിൽസിൻ്റെ സെൻറ്റിമെൻറ്റ്സ് മനസ്സിലാക്കി കളിക്കണം. അത് കളിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഓക്കെ, നമുക്ക് കൂടുതൽ സംസാരിക്കാം. ഇന്ന് നമ്മുടെ ആ ചതിക്കുഴിയും അല്ലെങ്കിൽ ഈ പറയുന്ന ഈ സൂക്ഷിക്കുക എന്നുള്ള വീഡിയോകളും ഈ വീഡിയോയും കണ്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത രീതിയിലേക്കാണോ? നമ്മൾ ഈ രീതിയിൽ തന്നെ പോയാൽ മതിയോ? ഈ 3 വീഡിയോ നിങ്ങൾ കമ്പയർ ചെയ്യുക. ഞാൻ ചില ക്ലിപ്സുകൾ നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് തീരുമാനിക്കും. നമുക്കൊരു സിസ്റ്റമാറ്റിക്കായി മൂവ് ചെയ്തൂടെ? ഗ്രീഡിനെസ് മാറ്റി വെച്ചൂടെ? ഈ ക്രിപ്റ്റോ മാർക്കറ്റിനെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഒറ്റൊന്ന് ചെയ്താൽ മതി. അനാവശ്യമായിട്ട് ഗ്രീഡ് കാണിക്കാതിരിക്കുക. പിന്നെ മനസ്സിലാക്കുക, നിരന്തരം ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. 3ാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ ജീവിത രീതിയിൽ റെഡിയാക്കി കഴിഞ്ഞാൽ അവിടെ നിന്ന് കിട്ടുന്ന എമൗണ്ട് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് കിട്ടും ഈ ബുൾ മാർക്കറ്റ്. ഓക്കെ.